എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, എന്നെ ഗൈഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ സംസാരത്തിൽ. ഇത്തരം കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ആം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആം എന്നത് ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്നതാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് വേർബിൻ്റെ തേർഡ് ഫോം ആണ്. തേർഡ് ഫോം എന്ന് പറയുമ്പോൾ അതായത് വേർബുകൾക്ക് പല ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൽ തേർഡ് ഫോം, അതായത് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഫോം ആണ്. ഫോർ എക്സാമ്പിൾ സ്പീക്ക്, സംസാരിക്കുക. അതിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ V1 ഫോമാണ് സ്പീക്ക്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നത് സ്പോക്ക്, സംസാരിച്ചു. അതാണ് V2 ഫോം. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് V3 ഫോം. അതാണ് സ്പോക്കൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെസൺ ആം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആണ്. ഇനി അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയാം. ഐ ആം എൻകറേജ്ഡ്. ഐ ആം എൻകറേജ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. എൻകറേജ്ഡ് എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ്ഡ്, എൻകറേജ്ഡ്. ഐ ആം എൻകറേജ്ഡ് എന്ന് പറയുമ്പോൾ ഐ ആണ് സബ്ജക്റ്റ്, ആം എന്നത് വേർബാണ്. എൻകറേജ്ഡ് എന്നത് എൻകറേജ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. ഐ ആം ഡിസ്കറേജ്ഡ് എന്നാണെങ്കിൽ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. ഐ ആം സപ്പോർട്ടഡ്, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഐ ആം ലവ്ഡ്, എന്നെ സ്നേഹിക്കുന്നു. ഐ ആം ലൈക്ഡ്, എന്നെ ഇഷ്ടപ്പെടുന്നു. ഐ ആം മോട്ടിവേറ്റഡ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇവിടെ എൻകറേജ്ഡ്, മോട്ടിവേറ്റഡ്, സപ്പോർട്ടഡ്, ലവ്ഡ്, ലൈക്ഡ് ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ആണ്. ഐ ആം എൻകറേജ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല. ഞാനല്ല ആ പ്രവൃത്തി ചെയ്യുന്നത്. എൻകറേജ് എന്ന ഒരു പ്രവൃത്തി അത് ചെയ്യുന്നത് ഞാനല്ല. ഇറ്റ്സ് നോട്ട് ഡൺ ബൈ മീ, ഇറ്റ്സ് ഡൺ ബൈ സംബഡി എൽസ്. വേറെ ആരോ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഐ ആം എൻകറേജ്ഡ് ബൈ മൈ ഫാദർ. ഫാദറാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ബൈ മൈ ഫാദർ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ മൈ ഫാദർ എൻകറേജസ് മീ. ഇവിടെ ഞാൻ ഒരു ആക്ഷനും ചെയ്യുന്നില്ല. ഐ ആം നോട്ട് ഡൂയിങ് എനി ആക്ഷൻ. ആക്ഷൻ ഈസ് ഡൺ ടു മീ. അതിൻ്റെ ആ ഒരു ആക്ഷൻ്റെ റിസീവറാണ് ഞാൻ. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഐ ആം എൻകറേജ്ഡ് എന്ന് പറയുമ്പോൾ. ഐ ആം ഡിസ്കറേജ്ഡ് ബൈ മൈ ഫ്രണ്ട്സ്. ഐ ആം ഡിസ്കറേജ്ഡ്, എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇവിടെയും ഡിസ്കറേജ് ചെയ്യുക എന്ന് പറയുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ചെയ്യുന്നത് ഞാനല്ല. ഐ ആം ഡിസ്കറേജ്ഡ് ബൈ മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സാണ് ഡിസ്കറേജ് ചെയ്യുന്നത്. മൈ ഫ്രണ്ട്സ് ഡിസ്കറേജ് മീ. ഐ ആം ഗൈഡഡ് ബൈ മൈ ടീച്ചേഴ്സ്. എന്നെ ഗൈഡ് ചെയ്യുന്നു. ആരാണ്? ഞാനല്ല. മൈ ടീച്ചേഴ്സ് ഗൈഡ് മീ എന്നാണ് അതിനർത്ഥം. ഐ ആം മോട്ടിവേറ്റഡ് ബൈ മൈ ടീച്ചർ. എൻ്റെ ടീച്ചർ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതിനർത്ഥം മൈ ടീച്ചർ മോട്ടിവേറ്റ്സ് മീ. ഐ ആം മിസ്ഗൈഡഡ് ബൈ സം പീപ്പിൾ. ഞാൻ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു. അതായത് ശരിയായ രീതിയിലല്ല എന്നെ ഗൈഡ് ചെയ്യുന്നത് എന്നർത്ഥം. മിസ്ഗൈഡഡ് ബൈ സം പീപ്പിൾ. അപ്പോഴും ആ ആക്ഷൻ ചെയ്യുന്നത് ഞാനല്ല, എന്നെ മിസ്ഗൈഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഞാൻ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയില്ലേ. ഐ ആം ലവ്ഡ് ബൈ മൈ മദർ. എന്നെ സ്നേഹിക്കുന്നു. ആരാണ്? ബൈ മൈ മദർ. ഐ ആം ലൈക്ഡ് ബൈ മൈ സ്റ്റുഡൻസ്. എന്നെ ഇഷ്ടപ്പെടുന്നു. ആരാണ്? ബൈ മൈ സ്റ്റുഡൻസ്. അപ്പോൾ മൈ സ്റ്റുഡൻസ് ലൈക്ക് മീ എന്നാണ് അതിനർത്ഥം. ഐ ആം ഹേറ്റഡ് ബൈ സം പീപ്പിൾ. എന്നെ വെറുക്കുന്നു അല്ലെങ്കിൽ ഞാൻ വെറുക്കപ്പെടുന്നു. ആരാണ് വെറുക്കുന്നത്? ബൈ സം പീപ്പിൾ. ചില ആളുകൾ എന്നെ വെറുക്കുന്നു. ബൈ സം പീപ്പിൾ. സോ സം പീപ്പിൾ ഹേറ്റ് മീ എന്നാണ് അതിനർത്ഥം. ഐ ആം ഹേറ്റഡ് ബൈ സം പീപ്പിൾ. അപ്പോൾ ബൈ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡുവർ ഓഫ് ദ ആക്ഷനാണ്. ആരാണ് ആ ആക്ഷൻ ചെയ്യുന്നത് എന്നാണ് ബൈ കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈ സ്റ്റുഡൻസ്, ബൈ മൈ മദർ, ബൈ സം പീപ്പിൾ, ബൈ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആരാണ് ആക്ഷൻ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഈ ബൈ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആരാണ്, ഫോർ എക്സാമ്പിൾ ഐ ആം ഡിസ്കറേജ്ഡ് എന്ന് പറയുമ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് ആരാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ നമുക്ക് ഐ ആം ഡിസ്കറേജ്ഡ് എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ബൈ തുടങ്ങുന്നതിന് മുൻപ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, സെൻറ്റൻസ് അവസാനിപ്പിക്കുക. അപ്പോഴും ആ സെൻറ്റൻസ് കറക്റ്റ് തന്നെയാണ്. ബൈ പറയണമെന്നില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം.
അതിന് ഒരു പ്രസക്തിയില്ല, അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ, ആദ്യം സബ്ജക്റ്റ് ഐ, അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ആം, ഐ ആം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ്. അതിൻ്റെ ഒരു ഗ്രാമർ സൈഡ് പറയുകയാണെങ്കിൽ ഇതിനെ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകൾ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഐ ആം ഡിസ്കറേജ്ഡ്, ഐ ആം മോട്ടിവേറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള പാസീവ് ഫോം സെൻറ്റൻസസ് ആണ്. ഐ ആം ഡിസ്കറേജ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ആം മോട്ടിവേറ്റഡ് എന്ന് പറയുമ്പോഴും അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ആം ഡിസ്കറേജ്ഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു. ഐ ആം നോട്ട് ഡിസ്കറേജ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നായി. ആം ഐ ഡിസ്കറേജ്ഡ് എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ഫോമായി മാറി. ആം ഐ ഡിസ്കറേജ്ഡ്, എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ എന്ന്. ഇനി അതുമല്ലാതെ വേറൊരു തരത്തിലും ക്വസ്റ്റ്യൻ ഫോം ആവാം, നെഗറ്റീവ് ഫോമിലുള്ള ക്വസ്റ്റ്യൻ ഫോം. അപ്പോൾ ആം ഐ നോട്ട് ഡിസ്കറേജ്ഡ്, ഞാൻ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ സെൻറ്റൻസസ് ഉണ്ടാക്കാം. വേറൊരു സെൻറ്റൻസ് ഐ ആം സപ്പോർട്ടഡ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഐ ആം നോട്ട് സപ്പോർട്ടഡ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആം ഐ സപ്പോർട്ടഡ്, ഞാൻ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ആം ഐ നോട്ട് സപ്പോർട്ടഡ് എന്ന് ചോദിച്ചാൽ അതും ഒരു ക്വസ്റ്റ്യൻ ഫോം തന്നെയാണ്. അത് നെഗറ്റീവ് ഫോമിലുള്ള ക്വസ്റ്റ്യൻ ഫോം. അപ്പോൾ എല്ലാ സെൻറ്റൻസസും നമുക്കിതുപോലെ 4 ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ നമുക്ക് പറയാം. മാത്രമല്ല ഇത്തരം സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.